ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം തന്നെ നിക്ഷേപകരൊക്കെ തന്നെ ഹാപ്പിയാണ്. കാരണം മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. 24,221 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു 6-7 ദിവസത്തെ ഒരു ഡൗൺ സൈഡ് ഒറ്റ ദിവസം കൊണ്ട് മേക്കപ്പ് ചെയ്തു ആ ഒരു ഗ്യാപ്പ് അപ്പ് എന്നുള്ളതാണ് കാരണം. പ്രത്യേകിച്ചും ഗ്ലോബൽ മാർക്കറ്റൊക്കെ തന്നെ പോസിറ്റീവായിരുന്നു വെള്ളിയാഴ്ച. അതേസമയം ശനിയാഴ്ച വന്നിരിക്കുന്ന മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ടും മാർക്കറ്റിനെ അല്ലെങ്കിൽ വിപണിയെ ഒരു തരത്തിൽ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. 24,221 അല്ലെങ്കിൽ 24,250 തുടങ്ങിയ വിപണി പിന്നീട് സ്വാഭാവികമായിട്ടും 24,351 എന്ന് പറയുന്ന ഒരു ലെവൽ ചെയ്തതിന് ശേഷമാണ് ചെറിയൊരു കറക്ഷനിലേക്ക് വന്ന് 24,221 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം 38ഓളം സെഷൻ്റെ സെല്ലിങ്ങിന് ശേഷം ഇന്ന് FIIs ബൈയിങ് മോഡിലേക്ക് വന്നു എന്നുള്ള ഒരു വാർത്തയുമുണ്ട്. FIIസിൻ്റെ ഇന്ന് MSCI ഇൻഡെക്സിൻ്റെ റീബാലൻസിങ്ങും കൂടിയായിരുന്നു. $2 ബില്യൺ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വരികയുണ്ടായി. FIIസിൻ്റെ ഡാറ്റ നോക്കുന്ന സമയത്ത് 9,947 കോടി രൂപയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നടന്നിരിക്കുന്നത്. അതേസമയം DIAസിൻ്റെ സെല്ലിംഗ് ആണ് 6,907 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കൃത്യമായിട്ടൊരു ബൈയിങ് സൈഡാണോ നോക്കാം. കാരണം MSCIയുടെ റീബാലൻസിങ്ങും കൂടി ഉള്ള സ്ഥിതിക്ക് $2 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് കമ്പൽസറി ആയിരുന്നു. സോ ആ ഒരു റീബാലൻസിങ്ങും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ബൈയിങ് മോഡ് നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യണമെങ്കിൽ 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എനിവേ, ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഒരു പോസിറ്റീവ്നെസ് വന്നു. എല്ലാ സെക്ടറുകളിലും നമ്മൾ ഈ സെക്ടർ ഇൻഡീസസ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സെക്ടറുകളിലും ഇന്ന് പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് കണ്ടത്. അതിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും ഒക്കെ തന്നെ 2%, 1.6%ഒക്കെ വർധനവുണ്ടായി. ഒരുപാട് റെയിൽവേ സെക്ടർ സ്റ്റോക്കുകളും PSU ബാങ്കിങ് സ്റ്റോക്കുകളും ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു എന്ന് വേണം പറയാൻ. ഈ ഒരു അവസരത്തിൽ വിപ്രോ, അതുപോലെ തന്നെ പോളി മെഡിക്കെയർ, LG എക്യുപ്മെൻറ്റ്, ജില്ലറ്റ്, ട്രിവേണി ടർബൈൻ ഇതുപോലുള്ള ഓഹരികളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നേട്ടം ഉണ്ടാക്കിയത്. അതേസമയം ജില്ലറ്റ് ഇന്ത്യ, ഡോംസ് ഇൻഡസ്ട്രീസ്, ലോറസ് ലാബ്സ്, കൊഫോർജ് ഇത്രയും കമ്പനികൾ അതിൻ്റെ 52 വീക്സ് അതായത് ഒരു വർഷത്തെ ഏറ്റവും ഹൈയിലും, ജില്ലറ്റ് ഇന്ത്യ, ഡോംസ്, കൊഫോർജ്, HDFC ബാങ്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയും ടച്ച് ചെയ്യുകയുണ്ടായി. കാരണം HDFC ബാങ്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ 1,785 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പക്ഷേ 1,803 എന്ന് പറയുന്ന അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. അതേസമയം ജില്ലറ്റ് ഇന്ത്യ 10,699 രൂപ എന്ന് പറയുന്ന അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു എന്ന് വേണം പറയാൻ. സോ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് പോസിറ്റീവ് തന്നെയാണ്. അതേസമയം ഇന്നിപ്പോൾ മാർക്കറ്റ് ആഭ്യന്തര ധനകാര്യ മീൻസ് US വിപണിയും ഒക്കെ തന്നെ പോസിറ്റീവ് നോട്ടോടു കൂടി തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ ഏകദേശം 308 പോയിൻ്റ്, അതായത് 0.5% പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 33 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡോട് കൂടിയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. നാളെ നമുക്ക് ഇന്നത്തെ US മാർക്കറ്റിൻ്റെ വിശേഷം അല്ലെങ്കിൽ US മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും കൂടി നോക്കിയതിന് ശേഷം മാത്രമേ നാളത്തെ ഡയറക്ഷൻ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 24,221 വരുന്ന ക്ലോസിംഗ് ആണ്. നമുക്കിപ്പോൾ ശക്തമായിട്ടുള്ള സപ്പോർട്ടുള്ളത് 24,000 to 24,100 അതേസമയം വളരെ ശക്തമായിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യത 24,400 മുതൽ 500 വരെയുള്ള അല്ലെങ്കിൽ 24,400 മുകളിലാണ് നമുക്കൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാധ്യതയായിട്ടുള്ളത്. എനിവേ, നാളെയും FIIs കണ്ടിന്യൂസ് ഒരു ബൈയിങ് മോഡിൽ വരികയാണെങ്കിൽ നമുക്ക് നാളെയും ഒരു ഗ്യാപ്പ് അപ്പ് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു ഡാറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നാളെ ഒരു കോൺഫിഡൻസോട് കൂടി ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് അപ്പിലേക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. 24,400 മുകളിൽ നിഫ്റ്റി എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് ആലോചിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്ന് പറയാം. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള റിസൾട്ടുകളും ന്യൂസുകളും മാർക്കറ്റിനെ വീണ്ടും സ്വാധീനിക്കുന്ന സമയങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതേസമയം അദാനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അദാനി പോർട്ടിനെയും അതുപോലെ തന്നെ അദാനി എനർജിയെയും ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു S&P ഗ്ലോബൽ. 2 അദാനി സ്റ്റോക്കുകളിലാണ്. അതേസമയം അദാനി ഒഫീഷ്യൽസിന് 21 ദിവസത്തെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 21 ദിവസത്തിന് ഉള്ളിൽ അത് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. റേറ്റിങ്ങുകളും അതുപോലെ തന്നെ റേറ്റിംഗ് ഏജൻസികളും ഇങ്ങനെയൊക്കെ ഡൗൺഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട്
ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ അദാനി എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദാനി ഗ്രീനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ അതിപ്പോൾ ഇന്ന് മാർക്കറ്റ് അതിനെ മൈൻഡ് ചെയ്തില്ല ഒരു തരത്തിലെന്ന് വേണം പറയാൻ. അദാനി ഓഹരികളിലൊക്കെ തന്നെ ഇന്ന് പോസിറ്റീവായിരുന്നു. ഞാൻ ആദ്യമേ ആർജിച്ചു പറഞ്ഞു അദാനി പോർട്ടും അതുപോലെ തന്നെ അംബുജ സിമെൻറ്റും ഇന്ന് രണ്ട് ഓഹരികളിലും പോസിറ്റീവ്നെസ് തന്നെയാണ് ഇന്ന് കണ്ടത്. അതേസമയം സിമെൻറ്റ്സ് ഇന്ത്യയുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. സിമെൻറ്റ്സ് ഇന്ത്യയുടെ റിസൾട്ട് പോസിറ്റീവാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിലെ സിമെൻറ്റ്സിലെ ഏകദേശം Q4 സെഗ്മെൻറ്റ്, അതായത് ഇവരുടെ ഇയർ എൻഡ് സെപ്റ്റംബറിലാണ്. അപ്പോൾ Q4 റിസൾട്ടാണ് അവർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നല്ല റിസൾട്ട് 12% മാർജിനിൽ നിന്നും 14.4% മാർജിനാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് 28%, 30%-ലധികം വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ സെക്ടറിലും പ്രൈവറ്റ് ഡിമാൻഡും അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിമാൻഡും ഒക്കെ തന്നെ കൂടിയിട്ടുണ്ടാവും. പ്രോഫിറ്റിൽ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ ഓവറോൾ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയും അടുത്ത വർഷത്തെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തന്നെയാണ് മാർക്കറ്റ് ഇട്ട് നോക്കുന്നത്. ഏതായാലും സിമെൻറ്റ്സ് ഇന്ത്യ നാളെ ഫോക്കസിലുള്ള ഓഹരിയായിരിക്കും. ഇന്ന് ഏതായാലും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികളൊക്കെ തന്നെ ABB ആയാലും സിമെൻറ്റ്സ്, അങ്ങനെ സിമെൻറ്റ്സ്, കമിൻസ് ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കണ്ടെത്തിയിരുന്നു. നമ്മൾ ഇന്നലെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്ന ഓഹരിയായിരുന്ന ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡും ഇന്ന് ഏകദേശം 960-70 നിലവാരത്തിലേക്ക് വരികയുണ്ടായി. അപ്പോൾ നാളെയും സിമെൻറ്റ്സ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ ഓഹരികൾ നാളെ ഫോക്കസിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് മഹാരാഷ്ട്ര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇലക്ഷന് BJP അവിടെ ഒറ്റ കക്ഷിയായിട്ട് മാറിയിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം പല സെക്ടറുകളിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പല സെക്ടറുകളിലും അവർ പല പ്രോമിസുകളും കൊടുത്തിട്ടുണ്ട്. അവർ എത്രമാത്രം അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ മറ്റു സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെ ബൈങ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 6 മാസത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിലൊക്കെ തന്നെ അവർ സ്പെൻഡിങ് കുറച്ചിട്ടുണ്ടായിരുന്നു. 17-18% കുറവാണ് അവരുടെ ഇയർ ഓൺ ഇയറിലെ സ്പെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഇലക്ഷൻ വിജയത്തോടു കൂടി അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ സെക്ടറുകളിലും ഏതൊക്കെ ഓഹരികളിലുമാണ് നമ്മളൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാൻ SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. അപ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് മഹാരാഷ്ട്ര, അതായത് മറാഠ വാർഡിൽ ഏകദേശം 11ഓളം ഡാമുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. 11ഓളം ഡാമുകൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഡാമുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് പട്ടേൽ എഞ്ചിനീയറിങ്ങും HCCയും ITD സിമെൻറ്റേഷൻ പോലുള്ള കമ്പനികളാണ്. അപ്പോൾ HCC, ITD സിമെൻറ്റേഷൻ, പട്ടേൽ എഞ്ചിനീയറിംഗ് പോലുള്ള കമ്പനികൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. അതേസമയം മറ്റൊന്ന് കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് പാടങ്ങളിലൊക്കെ തന്നെ സോളാർ സെല്ലുകൾ, പമ്പുകൾ, മോട്ടോർ പമ്പുകളൊക്കെ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡിയും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ പമ്പ് കമ്പനികളായിട്ടുള്ള കിർലോസ്കർ ബ്രദേഴ്സ്, KSP പമ്പ്, അതുപോലെ തന്നെ റോട്ടോ പമ്പ്, അങ്ങനെയുള്ള പമ്പ് കമ്പനികൾ, ശക്തി പമ്പ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് 45,000 വില്ലേജുകളിൽ ഏകദേശം റോഡുകൾ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റോഡ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളായിട്ടുള്ള IRB ഇൻഫ്ര, NCC പോലുള്ള KNR കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള കമ്പനികൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. അതുതന്നെ 12,000 ഇലക്ട്രിക് ബസ്സസ് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ JBM ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, ഇലക്ട്ര, ഗ്രീൻ പോലുള്ള കമ്പനികൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ 2025 മാർച്ചോടുകൂടി നവി മുംബൈ എയർപോർട്ട് ഓപ്പൺ ആവും എന്നുള്ളതാണ് മറ്റൊരു ഇത്. അങ്ങനെയാണെങ്കിൽ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളായിട്ടുള്ള J കോർപ്പറേഷൻ, അതുപോലെ തന്നെ RIIL പോലുള്ള കമ്പനികളും ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ മറ്റ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ മറാഠ അല്ലെങ്കിൽ മഹാരാഷ്ട്ര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളും, അതായത് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള അറിയപ്പെടുന്നതാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ പല കമ്പനികളും മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള പല കമ്പനികളിലും CESC പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി ചില കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. കമ്പനി അഡ്വാൻസ്ഡ് ഒപ്റ്റിക്കൽ സിസ്റ്റം ടെസ്റ്റിംഗ് ഫെസിലിറ്റി നവി മുംബൈയിൽ മഹാരാഷ്ട്രയിൽ ആരംഭിച്ചിരിക്കുന്നു. കമ്പനി അതോടുകൂടി തന്നെ 500 കോടി രൂപ ഈ ഒരു രംഗത്ത്, അതായത്
അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഫസ്റ്റ് അഡ്വാൻസ്ഡ് ഒപ്റ്റിക്കൽ സിസ്റ്റം ഡെവലപ്മെൻറ്റ് പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. HG ഇൻഫ്രയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. അവർക്ക് ഒരു കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നു. NTPCയുടെ വിദ്യുത് നിഗം ഫോർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കുന്നതിനുള്ള കോൺട്രാക്റ്റാണ് HG ഇൻഫ്ര എഞ്ചിനീയറിങ്ങിന് വന്നിരിക്കുന്നത്. അതുപോലെ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചില ഇൻഡെക്സുകളിൽ റീബാലൻസിങ് വരുന്നു. അതായത് BSE 100ലേക്ക് BSEയുടെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിട്ടുള്ള BSE 100ലേക്ക് ചില ഓഹരികൾ വരുന്നു. ജിയോ ഫിനാൻഷ്യൽസ്, സുസ്ലോൺ, അദാനി ഗ്രീൻ, അദാനി പവർ, അതുപോലെ തന്നെ സംവർദ്ധന മദർസൺ, PB ഫിൻടെക്, ഇത്രയും കമ്പനികളാണ് BSE 100ലേക്ക് വരുന്നത്. അതേസമയം BSE 100ൽ നിന്നും ചില കമ്പനികൾ പുറത്തേക്ക് പോകുന്നു. PI ഇൻഡസ്ട്രീസ്, UPL, APL, അപ്പോളോ, അതുപോലെ തന്നെ അശോക് ലൈലൻഡ്, IDFC ഫസ്റ്റ് ബാങ്ക്, IRCTC പോലുള്ള കമ്പനികളാണ് BSE 100ൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. BSE സെൻസെക്സിലും BSE റീബാലൻസിങ് വരുന്നുണ്ട്. അതിൽ BSE 50, അതായത് സെൻസെക്സിലേക്ക് സൊമാറ്റോ ആഡ് ആവുന്നു, ജിയോ ആഡ് ആവുന്നു, HAL ആഡ് വരുന്നു. അതേസമയം സെൻസെക്സിൽ നിന്നും പുറത്തു പോകുന്ന കമ്പനികൾ HDFC ലൈഫും BPCLും LTI മൈൻട്രിയുമാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും വരുന്ന പുതിയ കമ്പനികളിലേക്ക്, ഇൻഡെക്സുകളിലേക്ക് വരുന്ന കമ്പനികളിലേക്ക് ബൈങ് വരാനും അതുപോലെ തന്നെ ഇൻഡെക്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കമ്പനികളിൽ സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പല മ്യൂച്വൽ ഫണ്ടുകളും മറ്റും ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്തിട്ട് അവർ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റുകൾ അനൗൺസ് ചെയ്തതിന് അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഇന്നിപ്പം MSCIയുടെ റീബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അനൗൺസ്മെൻറ്റ് വന്നത്. 25 അതിൻ്റെ ഡേറ്റ്. അപ്പോൾ അതുപോലെ ഈ ഒരു ഇൻഡെക്സുകളിലുള്ള ഡേറ്റുകൾ പ്രഖ്യാപിക്കുന്നതനുസരിച്ചിട്ട് ഈ ഓഹരികളിൽ നിന്നും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിനെ ഇനി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഫോക്കസിൽ വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കില്ല. കാരണം ഇനി കുറച്ച് മാസത്തേക്ക് പല ഇലക്ഷനുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓയിൽ മാർക്കറ്റിംഗ് മാർജിൻ, അവർ ഓയിൽ പ്രൈസസ് കൂട്ടുകയാണെങ്കിൽ അവരുടെ ഓയിൽ മാർക്കറ്റിംഗ് മാർജിൻ കോമ്പൻസേഷൻ കുറക്കാൻ പറ്റും. കാരണം അവർക്ക് നല്ല രീതിയിൽ റിഫൈനറി മാർജിൻ കുറവ് വന്നിട്ടുണ്ട്. OMCയുടെ മാർക്കറ്റിംഗ് മാർജിൻ ഏകദേശം പെട്രോളിന് ഒരു 14 രൂപ പെർ ലിറ്ററും അതുപോലെ തന്നെ ഡീസലിന് 9 രൂപ പെർ ലിറ്ററുമാണ് റിക്കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇനി ഇലക്ഷനുകളൊന്നും അടുത്തൊന്നും വരാതിടത്തോളം കാലം പ്രൈസ് കട്ടൊന്നും തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നേരിടേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓയിൽ മാർക്കറ്റിംഗ് മാർജിൻ, റിഫൈനറി മാർജിൻ ഇതുപോലെ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. അതായത് ഇനി പ്രൈസ് കുറക്കുകയോ അല്ലെങ്കിൽ പ്രൈസ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ അവരുടെ റിഫൈനറി മാർജിനല്ലേ കുറവ് രേഖപ്പെടുത്തുമായിരുന്നു. ഏതായാലും പ്രൈസ് കട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട റെസിഗ്നേഷൻ വാർത്തയാണ് വന്നത്. ഏഞ്ചൽ വൺ, പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഫേമായിട്ടുള്ള ഏഞ്ചൽ വണ്ടെ മിസ്റ്റർ പ്രഭാകർ തിവാരി, അവർ ചീഫ് ഗ്രോത്ത് ഓഫീസറായിരുന്നു, സീനിയർ മാനേജ്മെൻറ്റ് പേഴ്സൺ ആയിരുന്നു. അവർ ഇന്ന് റിസൈൻ ചെയ്തിരിക്കുന്നുള്ള വാർത്ത. ഏഞ്ചൽ വണ്ണിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റ്സിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രൊഫഷണലിസത്തിലും വളരെയേറെ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രഭാകർ തിവാരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡേ ഇൻ വർക്കിംഗ് ഏഞ്ചൽ വണ്ണിൽ ഡിസംബർ 31 ആയിരിക്കും എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നത്. അതുപോലെ തന്നെ വിപ്രോയുടെ പെരാരി ബ്രൂണോ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു യൂറോപ്പിൻ്റെ സ്ട്രാറ്റജിക് മാർക്കറ്റ് യൂണിറ്റിൻ്റെത്. അവരും നവംബർ 25, അതായത് ഇന്നോടുകൂടി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ്. അതിന് പകരമായിട്ട് ഓംകാർ നിസാലിനെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ട്രാറ്റജിക് മാർക്കറ്റ് യൂണിറ്റ് യൂറോപ്പുമായിട്ട് സീനിയർ മാനേജ്മെൻറ്റ് പോസ്റ്റ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. HULുമായിട്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, അവരുടെ ബോർഡ് ഐസ്ക്രീം ബിസിനസ് അവർ ഡീമർജ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് യൂണിറ്റാക്കി മാറ്റുന്നു. ഒരു പുതിയ ലിസ്റ്റഡ് കമ്പനിയായിട്ട് അത് വരും എന്നുള്ള, ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി ആയിട്ട് മാറും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നിന്നും അവരുടെ ഐസ്ക്രീം ബിസിനസ് വേറൊരു കമ്പനി ആവാൻ പോകുന്നു. സോ ഇതോടുകൂടി ഇതിന് തത്വത്തിൽ ബോർഡ് അപ്രൂവൽ നൽകിയിരിക്കുന്നു ഐസ്ക്രീം ബിസിനസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അടുത്ത വർഷം നടക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കൂടി കിട്ടിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ സെപ്പറേഷൻ ഉണ്ടാവുക. ഈ ഒരു സ്ട്രാറ്റജിക് മൂവ് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും 3 പ്രധാനപ്പെട്ട ബ്രാൻഡുകളാണ് അവർക്ക് ഉള്ളത്. അത് ക്വാളിറ്റി വാൾസ്, അതുപോലെ തന്നെ കൊറാൻറ്റോ, അതുപോലെ തന്നെ മോഗ്നം, അങ്ങനെയുള്ള 3 ബ്രാൻഡുകളാണ് HULൻ്റെ കീഴിലുള്ളത്. ഇത് നല്ല രീതിയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സൊക്കെ ഡീമർജ് ചെയ്ത്, അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിളും കൊമേഴ്ഷ്യൽ വെഹിക്കിളൊക്കെ ഡീമർജ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. HULനെ സംബന്ധിച്ചിട്ട് 100ഓളം ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ആ ബ്രാൻഡുകൾക്കൊക്കെ കൂടിയിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതിന് പകരം സെപ്പറേറ്റ് ആകുമ്പോൾ അവർക്ക് കൂടുതൽ മാനേജ്മെൻറ്റ് ഫോക്കസ് അതിൽ കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജിയൊക്കെ ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പറയുന്ന ന്യായം. സോ എനിവേ, HULൽ നിന്നും ആദ്യത്തെ ആ വാല്യൂ അൺലോക്കിംഗ് സംഭവിക്കാൻ പോകുന്നു. ഐസ്ക്രീം ബിസിനസ് സെപ്പറേഷൻ വരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
സോ കൂടുതൽ വാർത്തകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇന്നലത്തെ എൻ്റെ വീഡിയോയുടെ ഏറ്റവും കൂടുതൽ വിമർശനം ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. സോ കൂടുതൽ ഇത്രയും വാർത്തകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. സോ 400 മുകളിലുള്ള ഒരു മൂവ് നമ്മൾ കെയർഫുള്ളോട് കൂടി കാണണം. അതേസമയം നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാനുള്ളത് 24,000 ടു 24,100 എന്ന് പറയുന്ന ഒരു ബ്രോഡ് ബേസ് ആയിട്ടുള്ള 100 പോയിൻ്റാണ്. 24,000 താഴെ മാത്രമാണ് ഇനി ഫർദർ വീക്ക്നെസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഏതായാലും വലിയൊരു വീക്ക്നെസ് നാളെ ഉണ്ടാകാനുള്ള സാധ്യത സെല്ലിംഗ് സൈഡ് ഉണ്ടാവില്ല. പക്ഷേ FIIസിൻ്റെ ഇന്നത്തെ ബൈങ് എത്രമാത്രം ട്രസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഈ പ്രത്യേകിച്ച് MSCI റീബാലൻസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട്. ഏതായാലും 37-38 സെഷന് ശേഷം FIIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നു എന്നൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ഇത് അങ്ങോട്ടും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, വാല്യൂഷൻ വൈസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് ബൈങ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ബൈങ് വരുന്നത്. അല്ലാത്ത സ്റ്റോക്കുകളിൽ ഇപ്പോഴും സെല്ലിംഗ് സൈഡിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ക്നെസ് കുറച്ചുകൂടി മെൽട്ടാവാൻ സാധ്യതയുണ്ട്. നോക്കാം, 2 ദിവസത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റിന് ശേഷം മാത്രമേ നമുക്കതിനെ വാല്യൂഷൻ വൈസ് നമുക്കൊന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നല്ലൊരു US മാർക്കറ്റിൽ നല്ലൊരു ട്രേഡിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നാളെ ഒരു മൈൽഡ് സെഷൻ ആയിരിക്കും. ഒരു ഗ്യാപ്പ് അപ്പ് ആയാൽ പോലും എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു അപ്പർ സൈഡിൽ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റോക്ക് സജഷൻസും ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട്സിനും ഐഡിയാസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്കും ഷെയറും പോരട്ടെ. അതാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.